എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ, ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം. എന്തായാലും മറക്കാതെ നാളെ മുതൽ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് ഇടും കേട്ടോ. എല്ലാവരും കയറി കാണണേ. അങ്ങനെ നമ്മൾ നാളത്തെ വിശേഷത്തെ കാണാൻ പോന്നെ വിജയലക്ഷ്മിയെ കണ്ട ആകെപ്പാടെ അന്തം വിട്ട നിലയിൽ നിൽക്കുവാണ് ഗോവിന്ദ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരെന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നതെന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് വിജയലക്ഷ്മി അകത്തേക്ക് കയറി വന്നപ്പോ തന്നെ ഗോവിന്ദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ, നിങ്ങളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി പറഞ്ഞു, ഞാൻ ഗീതുവിനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയാണ്. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു ഗൂഢതന്ത്രമായിരുന്നില്ലേ. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പൊ ഗീതുവും നിങ്ങളും കൂടെ ചേർന്നിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടാ നിങ്ങളും കൂടെ വന്നതല്ലേ എന്ന് ചോദിക്കുക. എന്തിനു വേണ്ടിയിട്ടാ ആ പ്ലാന്, അതും കൂടെ അറിഞ്ഞാൽ മതി എന്ന് പറയാ. പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു, അത് മോനെ ഗോവിന്ദ ഞാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കൂടെ തന്നെ കള്ളം പറയാനും ശ്രമിക്കണ്ട, എനിക്ക് മനസ്സിലായി. ഇതേ നിങ്ങൾ ഇവിടെ വെച്ച് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഒരിക്കലും ഞാൻ അന്ന് വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ വെളിപ്പെടുത്തലുകളൊക്കെ വിശ്വസിച്ച് ഞാനിവിടെ ഇരിക്കണല്ലേ, ഒരു കാരണവശാലും ഇല്ല. നിങ്ങൾ ഇവളും കൂടെ ചേർന്നിട്ട് എന്തൊക്കെ തന്ത്രങ്ങളെ മെനയാൻ പോണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ഒരിക്കലും ഞാൻ അംഗീകരിക്കാനും പോകുന്നില്ല, നിങ്ങൾ ഇവിടെ വെച്ച് എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് വരുണും രേഖയൊക്കെ നിൽക്കുന്നത്. അവർക്കൊരു പുതിയ അറിവായിരുന്നു, വിജയലക്ഷ്മിയാണ് ഗോവിന്ദന്റെ അമ്മയെന്നുള്ള ആ ഒരു തിരിച്ചറിവ്. ഈ സമയം വിജയലക്ഷ്മി മോനെ, ഞാൻ അതിനു വേണ്ടി വന്നതല്ല, ഞാൻ ഗീതുവിനെ കണ്ടൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാ, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ്. പിന്നീട് ഗീതന്റെ അടുത്തേക്ക് വിജയലക്ഷ്മി എന്നിട്ട് പറഞ്ഞു, മോളെ എനിക്ക് നിന്നോട് കാര്യം സംസാരിക്കാണ്ട്, അതിനുവേണ്ടി വന്നാന്ന് പറയണം. ഗീത പെട്ടെന്ന് വിജയലക്ഷ്മിനെ വിളിച്ച് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് ഗോവിന്ദന്റെ ആകെപ്പാടെ കട്ടക്കരിപ്പായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ഗോവിന്ദ് നിൽക്കുന്നത്. അപ്പോഴേക്കും രേഖ എന്നിട്ട് അയ്യപ്പനോട് ചോദിച്ചു, അയ്യപ്പേട്ട എന്തൊക്കെയാ കേൾക്കുന്നേ, വിജയലക്ഷ്മിയാണോ അവരാണോ ഗോവിന്ദന്റെ അമ്മ? ഇത്രയും കാലമായിട്ട് ആരും ഒന്നും പറഞ്ഞു കേട്ടില്ലോ. എന്നിട്ട് എന്താ ഇത്രയും കാലം ഇവിടെ വന്നിട്ട് ഈ പറയുന്ന ഗോവിന്ദേടൻ പോലും അവരെ ആട്ടി ഓടിച്ചിട്ടല്ലേ ഉള്ളൂ, എന്താ സംഭവം? ഇത് ആദ്യത്തെ അറിവാണല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും പ്രിയം പറഞ്ഞു, എന്താ അയ്യപ്പേട്ട ഇത് എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുവാണ്. പെട്ടെന്ന് അയ്യപ്പേട്ടൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ ഞാൻ ആളല്ലെന്ന് പറയാണ്. അയ്യപ്പണ്ണ ഇത്രയും കാലം ഈ സത്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നു. അയ്യപ്പണ്ണ അറിയായിരുന്നു അപ്പം മുൻപ് തൊട്ട് ഈ കാര്യങ്ങളൊക്കെ. എന്നിട്ട് എന്താ അയ്യപ്പണ്ണ ഇത് ആരോടും ഒന്നും പറയായിരുന്നെന്ന് ചോദിക്കുകയാണ്. അപ്പോഴയ്യപ്പേട്ടൻ പറഞ്ഞു, ഇത് പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല, കാരണം അതിനകത്ത് പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോഴും എനിക്കറിയത്തില്ല, ഒരു പക്ഷേങ്കില് മാധവമേനോനെ അല്ലെങ്കിൽ മാധവൻ നായരെ ഗോവിന്ദനെയൊക്കെ ഇട്ടിട്ട് എന്തുകൊണ്ടാണ് വിജയലക്ഷ്മി ഇവിടുന്ന് പോയെന്നുള്ള കാര്യം ഇപ്പോഴും അറിയത്തില്ലാത്ത കാര്യം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ബാക്കി ആർക്കും ആ സത്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറയണം. ഇത് കൂടുതൽ എന്നോട് ആരും ചോദിക്കരുത്, എനിക്കും അറിയത്തില്ലാത്ത കാര്യം. ഇപ്പോഴും എനിക്കറിയത്തില്ല അവരെന്തിനാ ഗോവിന്ദനെ ഉപേക്ഷിച്ചിട്ട് പോയെന്നുള്ള കാര്യം. ഇത് കേട്ടതിന് രേഖ പറഞ്ഞു, അല്ല അതിന് ശേഷമാണോ രാധികമ്മേനെ അച്ഛൻ കല്യാണം കഴിച്ചെന്ന് ചോദിക്കുക. അതെ, അതിനുശേഷമാണ് കല്യാണം കഴിച്ചത്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം ഇപ്പോൾ ആർക്കും മനസ്സിലാകാത്ത ഈ പറയുന്ന ഗോവിന്ദന് പോലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പേണ് അങ്ങോട്ട് പോകണം. ഒരു നിമിഷം വല്ലാത്തൊരവസ്ഥയില രേഖയ്ക്കാണെങ്കിൽ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ടിസ്റ്റാണെന്നുള്ള കാര്യം ഒരിക്കലും അറിയത്തില്ലായിരുന്നു. ആ സമയം ഗീതുവിനെ വിളിച്ചോണ്ട് വിജയലക്ഷ്മി അങ്ങോട്ട് മാറിപ്പോയി. വിജയലക്ഷ്മിയോട് ഗീതു വെച്ച്, എന്താ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്, അമ്മ എന്തിനാ ഇപ്പം വന്നേന്ന് ചോദിക്കുക. അത് പിന്നെ മോളെ, ഞാൻ പലവട്ടം നിന്നെ വിളിച്ചാ, പക്ഷേങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. ആ സമയത്ത് അവിടെ രഞ്ജു ഉള്ളതുകൊണ്ടൊന്നും പറയാൻ പറ്റാത്തെന്ന് പറയും. അല്ല അമ്മ കാര്യം എന്താന്ന് പറ, അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കണം. അത് പിന്നെ മോളെ, എനിക്ക് പറയാനുള്ള രഞ്ജുവിനെ കുറിച്ചാ. അവളുടെ സ്ഥിതി ഇച്ചിരി പരിങ്ങല്ല, അറിയാലോ. അതെ, അവളുടെ ജീവൻ ആപത്താ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ വരത്തില്ലായിരുന്നു. ഞാൻ സാന്ത്വനെ കൊണ്ട് അവളെ ഒന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യിച്ചു, കാരണം അവളുടെ മനസ്സിലെ അവളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് കല്യാണത്തിന് ശേഷം. അപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം ഞാൻ അറിഞ്ഞേ, അവൾക്ക് എത്രയും പെട്ടെന്ന് ഒരു അമ്മയാവണമെന്ന്. ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് വേണ്ടുന്നൊരു കുഞ്ഞിനെയാന്ന് അത് സാന്ദ്രയോട് തുറന്നു പറഞ്ഞു. മെഡിസിനൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചല്ലാതെ അവൾ അതിനകത്തുനിന്ന് ഒരെണ്ണം പോലും എടുത്ത് കഴിച്ചിട്ടില്ല മോളെ. അപ്പൊ അതിനർത്ഥം എന്താ, അവളൊരു അമ്മയാവുന്ന അമ്മയായിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവൻ ആപത്താ. ഇത് കൂടാതെ ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കറിയത്തില്ല. ഇത് കേട്ടതിന് രഞ്ജുവിനൊരു ഞെട്ടലുണ്ട്, രഞ്ജുവിനല്ല ഗീതുവിലൊരു ഞെട്ടലുണ്ടായത്. ഗീതു പറഞ്ഞു, ഇനി എന്ത് ചെയ്യും എനിക്കറിയത്തില്ല മോളെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഭ്രാന്ത് പിടിച്ച് ഇങ്ങോട്ട് ഓടി വന്നേ മോളെ വിളിച്ച് കാര്യങ്ങൾ പറയാനിട്ട്. പക്ഷെ ഇവിടെ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളാന്നാ. ഇത് കേട്ടാൻ ഗീത പറഞ്ഞു, അത് ശരിയാ, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാ. വെമ്പാലമുക്കിലുള്ള ആ വീട്ടിൽ നിന്ന് തേക്കുംതടിയൊക്കെ വെട്ടിവിൽക്കാനായിട്ട് രാധികാമ്മ ശ്രമിച്ചു. അതെന്തിനാന്ന് അറിയത്തില്ല, കുറച്ച് പണം രാധികാമ്മയ്ക്ക് വേണം. അത് അനാർക്കലി എന്നുള്ള സ്ത്രീക്കോ അവർക്ക് കൊടുക്കാനാന്നാ തോന്നുന്നത്, എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല അമ്മേ. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കും അവിടെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അമ്മ ഫോൺ ചെയ്തിട്ട് പോലും ഞാൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്തേന്ന് പറയാണ്. ഇത് കേട്ടത് വിജയലക്ഷ്മി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുക, എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം എന്നുള്ളത്.
മോളെ നീ ഒരു കാര്യം ചെയ്യാവോ, രഞ്ജുവിനെ ഒന്ന് വന്ന് കാണാവോ, അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താമെന്ന് നിൽക്കും. എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ അമ്മ കണ്ടില്ലേ ഇവിടുത്തെ അവസ്ഥ എന്താന്ന്. ഗോവിന്ദേണ്ണ ആകെപ്പാ ടെൻഷനില്ല. ഗോവിന്ദേണ്ണ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്ന അറിയത്തില്ല. അതിനിടയ്ക്ക് അമ്മയുടെ വരവ്. ഇപ്പൊ ഞാനും അമ്മയും കൂടെ ചേർന്നിട്ട് എന്തൊക്കെയോ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്നാ ഗോവിന്ദേട്ടൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് അമ്മ വന്നേന്നുള്ള രീതിയിൽ ഇപ്പൊ ഗോവിന്ദേണ്ണ ഒരു കാര്യം മനസ്സിലായി. ഞാൻ ആ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം ഗോവിന്ദൻ്റെ അമ്മ വിജയലക്ഷ്മി എന്നുള്ള കാര്യം ഞാൻ അറിയാതെ എൻ്റെ നാവിന്ന് വന്നു പോയതാ. പക്ഷെ അതങ്ങനെ ഒരിക്കലും ഞാൻ പറയാൻ പാടില്ലായിരുന്നു. അത് ഗോവിന്ദനെ നന്നായിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നേ. എനിക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാവുന്നുള്ളേ. അപ്പൊ ഞാനും അമ്മയും കൂടെ എന്തൊക്കെയോ പ്ലാനുകൾ തയ്യാറാക്കിയെന്ന് വിചാരിച്ചുകൊണ്ട് ഗോവിന്ദനെ ഇപ്പിരി ഇരിക്കുന്നത്. എനിക്ക് എങ്ങനെ ഗോവിന്ദനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അറിയില്ല എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ എനിക്കറിയില്ല എന്ന് പറയണം. അപ്പോഴേക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ അങ്ങോട്ട് വരുവാണ്. ഗോവിന്ദനെ കണ്ടത് ഒരു നിമിഷം വിജയലക്ഷ്മിയും ഗീതും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ഗോവിന്ദ സംസാരിച്ച് കഴിഞ്ഞോ? നിങ്ങളെ കൊണ്ട് എനിക്ക് ഇന്ന് വരെ ഒരു ഗുണമുണ്ടായിട്ടില്ല. അല്ല നിങ്ങളെ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പാടിക്കണം നടക്കുന്നുണ്ടല്ലോ. നിങ്ങളെ ഞാൻ ഇനി അമ്മയായിട്ട് അംഗീകരിക്കണോ അല്ലേന്ന് ചോദിക്കുക. അല്ല അത് മോനെ കണ്ണാ ഞാൻ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഇവൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നില്ലേ? നിങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ഇവള് അറിയത്തില്ലല്ലോ. എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്നെ വീണ്ടും ചതിക്കുഴിയിലേക്ക് തള്ളിയിടുക അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു, എന്താ കണ്ണേട്ടാ, കണ്ണേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും പറയാൻ പോണേ. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നീയും എന്നെ ചതിക്കുമായിരുന്നില്ലേ? എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് നീയും എന്നെ കുരങ്ങ് കളിപ്പിക്കായിരുന്നല്ലേന്ന് ചോദിക്കും. അങ്ങനെയൊന്നും പറയുക പോലും ചെയ്യരുത് കണ്ണേട്ടാ. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ പോലും ഇല്ലെന്ന് പറയാണ്. പിന്നെ നീ എന്തിനു വേണ്ടിയിട്ടാ ഇത്രയും കാലം ഇത് മറച്ചു വെച്ചേ? നീ എന്നെ നീ സത്യം മറച്ചു വെച്ചില്ലേ? എൻ്റെ അമ്മ ഈ നിൽക്കുന്ന സ്ത്രീയാന്ന് അറിഞ്ഞു. പക്ഷെ ഒരു കാര്യം നീ വെച്ചോ, ഒരു കാരണവശാലും നിന്നെ കണ്ടോ ഒരിക്കലും അല്ല ഇവരെ ഞാൻ എൻ്റെ അമ്മയായിട്ട് കണക്ക് കൂട്ടാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഇത് കാരണം ഗീത പറഞ്ഞു, കണ്ണൻ എന്തൊക്കെയാ പറയണേ? ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഇവരൊരിക്കലും ഞാൻ എൻ്റെ അമ്മയായിട്ട് കാണില്ല. കാരണം എന്താണെന്നറിയോ? ഇവരെന്നെ ഇട്ടിട്ട് പോയതാ. ഇട്ടിട്ട് പോയ സമയത്ത് ഇവരെന്തിനാന്ന് പോലും പറഞ്ഞില്ല. ഒരു യാത്രാമൊഴി പോലും പറയാതെ എന്നോട് എന്നെ എൻ്റെ അച്ഛനോട് ഉപേക്ഷിച്ചിട്ട് പോയത്. പക്ഷെ ഇവരെ ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഇവരെ സത്യം പറയണം. എന്തിനാ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയെന്നുള്ളേ? എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തക്കതായ കാരണം കാണും. എന്തിനു വേണ്ടിയിട്ടാ അതെനിക്കന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാൻ ഇവരെ എൻ്റെ അമ്മയായിട്ട് അംഗീകരിക്കുള്ളൂ. അത് ചോദിക്കുക ഗീതു. എന്തിനു വേണ്ടിയായിട്ടാണ് ചോദിക്കാൻ പറയാണ്. ഇത് കേട്ടാൽ ഗീതു ആകെപ്പാടെ പ്രതിസന്ധിയിലായി. ഗീതുവിന് എന്ത് ചെയ്യാൻ പറ്റും? ഗീതു കേട്ടെന്ന് വിജയലക്ഷ്മിനെ നോക്കുവാണ്. ഇത് കേട്ടൻ വിജയലക്ഷ്മിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകി. വിജയലക്ഷ്മി കരയുവാണ്. ഇവിടെന്ന് പറഞ്ഞു, ഇവരുടെ കള്ളക്കഴിച്ചിൽ കണ്ടിരുന്നു എൻ്റെ മനസ്സൊന്നും അലിയാൻ പോകുന്നില്ല. ഇവരെ ഞാൻ ഒരിക്കലും അമ്മയായിട്ട് അംഗീകരിക്കാനും പോകുന്നില്ല. ഇത് കേട്ടൻ വിജയലക്ഷ്മി പറഞ്ഞു, വേണ്ട, നീ എന്നെ അംഗീകരിക്കണ്ട. എന്നെങ്കിലും ഒരിക്കല് നീ നിന്റെ അമ്മേനെ നീ അംഗീകരിക്കും. അന്ന് നീ എന്നെ ഓർത്ത് നീ ദുഃഖിക്കും. പക്ഷെ അതുവരെ നീ ഇപ്പം ഒന്നും അറിയണ്ട. നിന്നോട് ഒരു കാര്യങ്ങളും പറയാൻ ഞാൻ ഒരുക്കല്ലെന്ന് പറയണം. മോളെ ഗീതു, ഞാൻ ഇറങ്ങിയേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് പോകണം. ഈ സമയം ഗോവിന്ദൻ പറഞ്ഞ്, കണ്ടില്ലേ അവര് പോകുന്ന കണ്ടില്ലേ? അവരുടെ മനസ്സിൽ എന്താ ഇപ്പം? അവർക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല. കാരണം അവര് കള്ളം മാത്രം ചെയ്തിരിക്കുന്നത്. കള്ളത്തരം ചെയ്തുകൊണ്ട് എന്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരിപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇപ്പം മനസ്സിലായില്ലേ എന്താന്ന്? ഇതാ ഞാൻ പറഞ്ഞത്. അവരൊരിക്കലും ഞാൻ അമ്മയായിട്ട് അംഗീകരിക്കില്ലെന്ന്. അല്ല കണ്ണേട്ടാ, അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. അതെ, വിജയലക്ഷ്മി വന്ന അതിന് വേണ്ടിയിട്ടല്ലാന്ന് പറയും. പിന്നെയോ രഞ്ജുവിന്റെ കാര്യം പറയാൻ വേണ്ടിയാ. രഞ്ജുവിന്റെ കാര്യം അതെന്താ? പെട്ടെന്ന് ഗോവിന്ദന്റെ മനസ്സൊന്ന് ഇടിഞ്ഞു. അത് പിന്നീട് രഞ്ജു മെഡിസിൻ കഴിക്കുന്നില്ല, രഞ്ജുവിന് ഒരു കുഞ്ഞു വേണം എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന് ഞെട്ടലുണ്ടായി. എന്നിട്ട് നീ എന്താ ഗീതു ഇതിലായിട്ട് എന്നോട് പറയായിരുന്നേന്ന് ചോദിക്കും. അത് പറയേണ്ട അവസരം എനിക്ക് കണ്ണേട്ടൻ തന്നില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പറയണേന്ന് പറയാണ്. ഈ സമയത്ത് രാധികാമ്മ അകത്തൊരു തീരുമാനം എടുത്തു. രാധികാമ്മയ്ക്ക് സമനിലറ്റതുപോലെ തോന്നി. തന്നെ ഗോവിന്ദ് അവിശ്വസിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ താൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു നാണക്കേട് വേറെയില്ല. രാധികാമ്മ എന്ത് ചെയ്യണം, അവിടെ കുറച്ച് ഗുളികകൾ ഇരിപ്പുണ്ടായിരുന്നു ഡബയ്ക്കുള്ളിൽ. അതിനുള്ളിൽ നിന്ന് ആ ഗുളികളെല്ലാം വാരി കയ്യിലേക്ക് എടുത്തു. എന്നിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വിഴുങ്ങുവാണ്. ആത്മഹത്യ ചെയ്യാനുള്ള പുറപ്പാടാണ് അവരുടെ. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഇതിനേക്കാളും ഭേദം മരണമാണെന്ന് മനസ്സിലായി. അങ്ങനെ അതിനു വേണ്ടി തുനിയുമാണ്. ഇനിയിപ്പം ഗോവിന്ദ് സത്യങ്ങളൊക്കെ അറിഞ്ഞ് തൻ്റെ കള്ളത്തരം കയ്യോടെ പിടിവിടുന്നേക്കാളും ഭേദം താൻ തന്നെ തൻ്റെ ജീവിതം സ്വന്തമായിട്ട് അങ്ങോട്ട് തീർത്തേക്കുവാണ്. പിന്നെ കുഴപ്പമില്ലോ. അങ്ങനെ രാധികാമ്മ ആ ഒരു പണി ചെയ്യുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ്. ഇനി രാധികാമ്മ മരിക്കുമോ അതോ ഇനിയിപ്പം ജീവിച്ചിരിക്കുമോ? മരിക്കാൻ വഴിയില്ല, ഒറ്റയടിക്ക് അങ്ങനെ തീരാൻ വഴിയില്ല. കാരണം ചെയ്തു കൂട്ടിയ പാവങ്ങൾക്കൊക്കെ ശിക്ഷ കിട്ടണ്ടേ? ഒറ്റയടിക്ക് മരിച്ചിട്ട് കാര്യമില്ലോ. അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.